ഞങ്ങളൊരു ടീമുണ്ട്. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു മെയിനായിട്ട്. ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ റീഡിങ്ങിന് ഇവിടുത്തെ ബുക്സ് ആണെങ്കിലും നമുക്ക് ജോലി അർജൻറ്റായിട്ട് കിട്ടണം. നമുക്കിത് കിട്ടല്ലാണ്ട് വേറെ നിവർത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പഠിക്കും, കിട്ടും. LP-UPയുടെ സക്സസ് സ്റ്റോറീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് സരിതയാണ്. സരിത ഒരു ജനറൽ PSC എക്സാം, അതായത് LDC മലപ്പുറം ജില്ലയിൽ 34 റാങ്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമിൽ 66 റാങ്ക്. കേരള ബാങ്ക് മാനേജർ ആയിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത്. ആ പരീക്ഷയിൽ നല്ലൊരു വിജയം, 2 പരീക്ഷയിലും ആദ്യ 100-ൽ തന്നെ എത്താൻ സാധിച്ചു. അപ്പോൾ സരിത, വലിയൊരു കൺഗ്രാറ്റ്സ്. കാരണം ഏതൊരു ഉദ്യോഗാർത്ഥിയുടെ ഒരു സ്വപ്നം തന്നെയായിരിക്കും ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സരിത വളരെ നല്ലൊരു പോസ്റ്റായുള്ള കേരള ബാങ്ക് മാനേജറിൻ്റെ എക്സാമിൽ 66-ാം റാങ്ക് നേടാൻ സാധിച്ചു. അപ്പോൾ എങ്ങനെയായിരുന്നു സരിതയുടെ ഒരു പ്രിപ്പറേഷൻ? കാരണം LDC ക്രാക്ക് ചെയ്യാൻ സാധിച്ചു, അതുപോലെ തന്നെ ഡിഗ്രി ലെവലും ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ 2 പരീക്ഷയ്ക്കും ആ ഒരു പ്രിപ്പറേഷൻ രീതി ഒരേപോലെ ആയിരുന്നോ? അത് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടും ഏകദേശം ഒരേ സമയത്തായിരുന്നു എക്സാം. LDC വന്നിട്ട് ഒക്ടോബർ 19, ഈ ഡിഗ്രി ലെവൽ വന്നിട്ട് ഒക്ടോബർ 29-നായിരുന്നു. അപ്പോൾ 10 ദിവസം ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ LDC തന്നെയായിരുന്നു മുഖ്യമായിട്ട് എയിം ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷെ ഇത് PSC മാറിയല്ലോ, അപ്പോൾ എല്ലാം പഠിക്കുന്നതിന് കുറച്ച് ഡീപ്പായിട്ടാണ് പഠിച്ചിരുന്നത്. പിന്നെ സിലബസും ഏകദേശം സെയിം ആയിരുന്നു, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് നോക്കി. അപ്പോൾ ഇതും പിന്നെ ഈ 10 ദിവസം ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അതൊന്നും കൂടി റിവിഷൻ ചെയ്തു. പിന്നെ LD കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായി എഴുതിയതെങ്കിലും വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നവരെ അറിയില്ലല്ലോ. അത് നമുക്ക് മാർക്കുണ്ട്, അത് നല്ല മാർക്കാണോ എന്നുള്ളതൊന്നും. അതുകൊണ്ട് അതൊന്നും കൂടി നോക്കി നല്ല റാങ്കിലേക്ക് എത്താൻ സാധിച്ചു. LDCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഒന്നുകൂടെ കോമ്പറ്റീഷൻ കൂടുതലായിരുന്നു. കാരണം കഴിഞ്ഞ തവണ പ്രിലിംസ് ഉണ്ടായിരുന്നു, ഇത്തവണയാണെങ്കിൽ ഒറ്റഘട്ട പരീക്ഷയാണ്. മെയിൻസിൽ ഒരുപാട് കാൻഡിഡേറ്റ് ഉണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അതിൽ 34 റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു റാങ്കിലേക്ക് എത്താൻ ഈ സരിത ചെയ്ത എങ്ങനെയായിരുന്നു ആ പ്രിപ്പറേഷൻ? അതുപോലെ തന്നെ എത്ര നേരം പഠിച്ചിരുന്നു ഒന്ന് പറയോ? ആക്ച്വലി എല്ലാവരും ഇങ്ങനെ 10 മണിക്കൂർ പഠിക്കും, 12 മണിക്കൂർ, 20 മണിക്കൂറൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാനങ്ങനെയല്ല. ഞാൻ പഠിക്കുന്ന നേരത്ത് നല്ല വൃത്തിക്ക് നോക്കും. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് റീഡിങ്ങിന് വരുന്ന 5 മണിക്കൂറേ പഠിക്കാറുള്ളൂ. പിന്നെ ബസ്സിലിരുന്ന് കറണ്ട് അഫെയർ വായിക്കും. എനിക്ക് രാത്രി ഒന്നും അങ്ങനെ ഉറക്കൊഴിച്ച് വായിക്കാനൊന്നും കഴിയില്ല. ഞാൻ 8:30 ആകുമ്പോൾ ഉറങ്ങും. അപ്പോൾ പഠിക്കുന്ന നേരം നല്ല വൃത്തിക്ക് നോക്കിയാൽ മതി എന്നാണ് എനിക്ക് വർക്കായത്. അങ്ങനെയാണ്. ഇനി അത്രയും സമയമെടുത്ത് പഠിക്കുക എന്നുള്ള, നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക. ഞാനൊരു 5 മണിക്കൂർ ഒരു ദിവസം, അത്രയേ ഉള്ളൂ. സരിതയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു സബ്ജക്റ്റ് പഠിച്ച് ഈ ഒരു PSCയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം നമുക്കൊരു വലിയൊരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. LD എന്ന് പറയുമ്പോൾ അത്രയും പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്? അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത് പിന്നീട്? എനിക്ക് ഇംഗ്ലീഷും മാത്സും നമ്മൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആവുകൊണ്ട് വലിയ പ്രശ്നമല്ലായിരുന്നു. പിന്നെ ഈ ഹിസ്റ്ററി ഒക്കെയാണ് നമുക്ക് പുതിയ സാധനങ്ങൾ, എക്കണോമിക്സ് ഇങ്ങനത്തെ, അതൊക്കെയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ജോലി അർജൻറ്റായിട്ട് കിട്ടണം. നമുക്കിത് കിട്ടല്ലാണ്ട് വേറെ നിവർത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പഠിക്കും, കിട്ടും. അങ്ങനെ ഇല്ലാത്തവരാണ് കുറേ കാലം നോക്കി അങ്ങനെയൊക്കെ പോകുന്നത്, ആ ഒരു ലക്ഷ്യത്തിന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ എന്നോട്ടാണ് ഈ ഒരു എയ്സിൽ വരുന്നതും? എയ്സിൽ ഈ ഒരു റാങ്ക് നേടാൻ എയ്സിൻ്റെ ഏത് ഫാക്ടറാണ്? ഇപ്പോൾ നമുക്ക് ഈ ഒരു 66 റാങ്ക് കേരള ബാങ്കിൽ ലഭിച്ചു, അതുപോലെ LDCയിൽ 34 റാങ്ക് ലഭിച്ചു. എയ്സിലെ ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഇവിടുത്തെ റീഡിംഗ് ഫെസിലിറ്റി കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സരിതക്ക് എന്താണ് എയ്സിൽ ഒരു ബിഗ്ഗസ്റ്റ് ഫാക്ടർ? ഈ ഒരു വിജയത്തിലെ ഒരു മെയിൻ ഫാക്ടർ എന്തായിരുന്നു? അത് ഒന്ന് പറയോ? റീഡിങ് തന്നെയാണെന്നേ പറയുള്ളൂ. കാരണം ഞങ്ങളൊരു ടീമുണ്ട്. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു മെയിനായിട്ട്. കോഴ്സ് ഞങ്ങൾക്ക് ജൂണിലെങ്ങാൻ തീർന്നിട്ടുണ്ട്. LDC ബാച്ച് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒക്ടോബറിലായിരുന്നു എക്സാം. ആ ടൈം ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ റീഡിങ്ങിന് ഇവിടുത്തെ ബുക്സ് ആണെങ്കിലും ലൈബ്രറിത്തെ ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീഡിംഗ് ആണ് മെയിൻ, റീഡിംഗ് ഫെസിലിറ്റി എന്ന് തന്നെ പറയാം. പിന്നെ എക്സാമുകൾ, ഞാൻ ആക്ച്വലി ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, IT ഫീൽഡായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അത് അത്ര വർക്കായില്ല. ഞാൻ ലിസ്റ്റിൽ ലാസ്റ്റൊക്കെ വരാനൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങി, സപ്ലിയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലായത്. LDC ബാച്ചിലുണ്ടായിരുന്നപ്പോൾ എല്ലാ ആഴ്ചയും എക്സാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സാമിനെ പറ്റി ഒന്നും പറയാലോ, ഭയങ്കര അടിപൊളിയാണ്. ഇവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ്, റിസർച്ചത്തെ കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് എക്സാം പേപ്പർ ഇടുന്നത്. നല്ല സ്റ്റാൻഡേർഡ്, PSC നടത്തുന്നതിനേക്കാളും സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ഓരോ എക്സാമുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ LDCൻ്റെ എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഇവരൊരു ക്യാമ്പ് നടത്തിയായിരുന്നു. അതിന് എന്നും 2 എക്സാം വെച്ചിട്ട് 4 ദിവസം 5 ദിവസം മൊത്തം 10 എക്സാം എങ്ങാൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സാമിൻ്റെ തൊട്ട് മുന്നേ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുമല്ലോ പഠിക്കാൻ വേണ്ടി, ഫസ്റ്റിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അത് നന്നായിട്ട് എക്സാമുകൾ, റീഡിങ് ഒക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഓക്കെ, സരിത പറഞ്ഞ പോലെ IT ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു IT ജോബിൽ നിന്ന് ആ ഒരു ഗവൺമെന്റ് ജോബിലേക്ക് ഒരു ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത്? ഞാൻ IT-യിൽ 4.5 വർഷം വർക്ക് ചെയ്തു. നല്ല സാലറി ഉണ്ട് എല്ലാം. പക്ഷെ എനിക്ക് നാട്ടിൽ നിൽക്കണം, കുറച്ച് സേഫ് ആയിട്ടുള്ള ജോലി വേണം. എനിക്കിങ്ങനെ മടുത്ത് തുടങ്ങി. അപ്പോഴാണ് PSC നോക്കാമെന്ന്. പിന്നെ വീട്ടിലാണെങ്കിലും ചേച്ചിക്കൊക്കെ PSC കിട്ടി. ഒരുവിധം എല്ലാവരും ഗവൺമെൻറ് ഇതിലാണ്. ചേച്ചി, ഏട്ടൻ, അനിയത്തി ലിസ്റ്റിലുണ്ട്. അപ്പോൾ പിന്നെ ഞാനും നോക്കാനുള്ള സേഫ് ആയിട്ടുള്ള നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഈ ഒരു പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഒരു PSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അവർ ഒരുപാട് സോഷ്യലാണെങ്കിലും ഒരുപാട് നെഗറ്റീവ് കമൻസ് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഈവൻ നമ്മൾ പോലും ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണത് പിന്നെ ഹാൻഡിൽ ചെയ്തത്? അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ IT-ലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഈ PSCക്ക് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അതെ, അത്രയും വയസ്സ് ഉണ്ടായിട്ടത് അഹങ്കാരം എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ PSCക്ക് പോകുന്നത് നാട്ടുകാർ എല്ലാവരും, PSC നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എല്ലാവർക്കും ഭയങ്കര പുച്ഛായിരിക്കും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതാവില്ല. അപ്പൊ അതിനു വേണ്ടി നല്ലത്, എല്ലാവർക്കും നല്ല പുച്ഛം തന്നെയായിരുന്നു. PSC എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കാൻ. ഇനിയിപ്പോ ഒരുപാട് 10th ലെവൽ എക്സാം, ഇപ്പോൾ സരിതയെ സംബന്ധിച്ച് 10th ലെവൽ എക്സാമും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു കേരള ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ എക്സാമും ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരുപാട് എക്സാംസ് വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ VFA, BEVCO, LDC, അതുപോലെ കമ്പനി ബോർഡ്, LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ടൈം പീരീഡാണ് ഇനി എന്ന് പറയുന്നത്. സോ ഇതുപോലെ ഒരുപാട് പേര് ഇനി എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇതുപോലെ ജോലി ചെയ്തിട്ട് ആ ജോലി ഇനി ക്വിറ്റ് ചെയ്യണോ, അതോ ഞാൻ ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ? ആദ്യമായിട്ട് ബിഗിന്നേഴ്സ് ഈ ഒരു PSCയിലേക്ക് വരുന്ന ആളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? അവരെന്തൊക്കെയാണ് ഈ ഒരു ജേണിയിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്തൊക്കെയാണ്? ഇപ്പോൾ വേറൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗവൺമെന്റ് ജോലിയാണ് ലക്ഷ്യം വെച്ചാൽ എത്രയും നേരത്തെ വന്ന് തുടങ്ങുക. കാരണം നമുക്കൊരു ജോലി ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിനിപ്പോൾ കുറച്ച് പൈസ ആണെങ്കിലും നമ്മൾ ആ സേഫ് സോണിൽ ഇങ്ങനെ ഇരിക്കും. റിസ്ക് എടുത്താൽ തന്നെ അതിന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാവുള്ളൂ ലൈഫിൽ. പിന്നെ ഇനി നോക്കി തുടങ്ങുന്ന ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. ഡിസംബറിൽ കുറേ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും. അപ്പോൾ ശരിക്കും നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ നോക്കി തുടങ്ങുന്ന ആളാണെങ്കിൽ പോലും. അപ്പോൾ നന്നായിട്ട് ശ്രമിക്കുക. പിന്നെ ബുക്കുകൾ കുറേ മാറിയിട്ടുണ്ട്, SCERT ഒക്കെ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇനി വരുന്ന എക്സാമുകൾക്ക് അതൊക്കെ ആയിരിക്കും മെയിൻ റാങ്ക് മേക്കിംഗ് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഉദ്യോഗാർത്ഥി ഒരു PSC പരീക്ഷയിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരുപാട് വായിക്കും, പഠിക്കും, പക്ഷെ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവർ റിസൾട്ടിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെയായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സാം. ഇനിയിപ്പോൾ ഒരു ദിവസം നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാലും ഓരോ എക്സാമെങ്കിലും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമുകൾ കുറേ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ശരിയായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പിന്നെയും തെറ്റിക്കുമായിരിക്കും. പക്ഷെ തെറ്റുന്ന കാര്യങ്ങൾ നല്ല ഓർമ്മ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ചെയ്യണം, തെറ്റിക്കണം. എന്നാൽ തന്നെ നമുക്കത് പിന്നെ ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ആവർത്തിക്കില്ല. അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ എന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും എക്സാം എന്തായാലും ചെയ്യുമായിരുന്നു. അപ്പൊ ഡെയിലി ഒരു എക്സാം വെച്ച്, ഞാൻ ഇവിടെ ചോദിക്കുന്ന എല്ലാവരോടത്തും അത് പറയലുണ്ട്, ഒരു എക്സാം വെച്ച് ഡെയിലി ചെയ്യാം മിനിമം. അപ്പൊ അത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും നമ്മുടെ ഇത്. ഇപ്പൊ ആദ്യം തുടങ്ങുന്ന ഒരാൾക്ക് ചെയ്യുമ്പോൾ ഒരു എക്സാം ചെയ്യുമ്പോൾ ചിലപ്പോൾ 30 മാർക്ക് 20 മാർക്ക് അത്രയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അത് ഇമ്പ്രൂവ് ആയിക്കോ, അത് നമ്മളെല്ലാം പഠിച്ചിട്ട് എക്സാം ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് ശരിക്കും മണ്ടത്തരാണ്. അപ്പൊ എത്ര കിട്ടുന്ന വെച്ചാൽ അത് ആയിക്കോട്ടെ, നന്നായിട്ട് ചെയ്യാം എക്സാം. അപ്പോൾ സരിതയെ സംബന്ധിച്ച് ഇപ്പോൾ LDC 34 റാങ്കാണ്, അതുപോലെ തന്നെ കേരള ബാങ്ക് 66 ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് കേരള ബാങ്ക് ചൂസ് ചെയ്യുന്നത് തന്നെയാണ്, കാരണം ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്. അപ്പോൾ
ഇനി എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഒരു ലക്ഷ്യം തന്നെയായിരിക്കും, ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പോസ്റ്റിലിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും പോസ്റ്റ് ഇനി ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ഈ ഒരു പോസ്റ്റിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്? ആക്ച്വലി ഞാൻ ആദ്യം LDC ഒരു ഡിഗ്രി ലെവൽ കിട്ടിയാലേ പഠിത്തം നിർത്തൂ, അതും കയ്യിൽ കിട്ടിയാലേ നിർത്തൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ തന്നെ ഇപ്പൊ വരുമ്പോഴും ഇങ്ങനെ കുട്ടികൾ ചോദിക്കും എന്തിനാ അഞ്ഞു വരുന്നത് ഇങ്ങനെ ചോദിക്കും. പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയാലല്ലേ അത് കിട്ടിയെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും വരുന്നത്. ഞാൻ ഇപ്പോഴും പഠിത്തം നിർത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഡിഗ്രി ലെവൽ കമ്പനി ബോർഡിന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ബാങ്കാണ്, കോപ്പറേറ്റീവ് ബാങ്ക് ആണല്ലോ കേരള ബാങ്ക്. അപ്പൊ ഇനി അതെന്താവും അറിയില്ല. ഞാൻ അപ്പോ എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻ ഉണ്ടായാൽ മാറാൻ നമ്മുടെ കയ്യിൽ ഒരു ഓപ്ഷൻ വേണമല്ലോ. അപ്പൊ കമ്പനി ബോർഡിന് പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സരിതയുടെ ആ ഒരു സ്ട്രാറ്റജി മറ്റുള്ളവർക്ക്, ഒരുപാട് പേര് ലൈഫിൽ പല സ്റ്റേജുകളിലായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നവർ അവരെന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു സ്റ്റേജിലൂടെ എല്ലാം കടന്നുപോയവരാണ് സരിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയ്സിൽ ഓരോ ദിവസം ഓരോ ഉദ്യോഗാർത്ഥികളാണ് ജോലിക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമാവുകയാണ് സരിത എന്ന് പറയുന്നത്. ഉടനെ തന്നെ ജോലി ലഭിക്കും. എന്തായാലും ഒരിക്കൽ കൂടി വലിയൊരു കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.